പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഓരോ നന്മയും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുള്ളതാണ്. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. വ്രതം നരകത്തിൽ നിന്നുള്ള പരിചയാണ്. നോമ്പുകാരൻ്റെ വായയുടെ വാസന അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ശോഭിക വെഡിങ്സ് റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ്? ഫർസാന. 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 ഫർസാന എവിടുന്ന് വിളിക്കുന്നു? എടക്കര. എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡും ഉണ്ട്, ഒരു മോനും ഉണ്ട്. മോന് ചെറിയ മോനാണോ അതോ പഠിക്കുകയാണോ? ചെറിയ മോനാണ്. ചെറിയ മോനാണ്. എത്ര വയസ്സായി? 7. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? അതെ. ഇന്നെന്താ വീട്ടില് സ്പെഷ്യൽ നോമ്പായതുകൊണ്ട് തുറക്കാൻ വേണ്ടിട്ട്? തീരുമാനിച്ചിട്ടില്ല. പത്തിരിയാണ് ഇതുവരെ നിലവിൽ പത്തിരിയാണ് തീരുമാനം അല്ലേ? അതെ. വേറൊന്നും തീരുമാനിച്ചിട്ടില്ല? ഇല്ല. ആദ്യമായിട്ടാണോ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നേ? ഇല്ല, കഴിഞ്ഞ വർഷം വിളിച്ചിരുന്നു. പ്രൈസ് കിട്ടിയെന്നോ? ഇല്ല. പ്രൈസ് കിട്ടിയിട്ടില്ല. ഇല്ല. അപ്പൊ ഇത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെ. ഇൻഷാ അല്ലാ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 2 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവും, 3-ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല. ഈസി ക്വസ്റ്റ്യൻ ചോദിച്ചേണേ. ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആയിക്കോട്ടെ. റെഡി അല്ലേ? അപ്പോ റെഡി. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഏറ്റവും നല്ല കഥ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച കഥ. ഏറ്റവും നല്ല കഥയായിട്ട് ഖുർആൻ വിശേഷിപ്പിച്ച കഥ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തരട്ടെ എന്നാ? യഹൂബ് നബിയുടെ കഥ, ഇസ്ഹാഖ് നബിയുടെ കഥ, യൂസുഫ് നബിയുടെ കഥ. യൂസുഫ് നബിയുടെ കഥ. ഉത്തരം ശരിയാണ്. ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അതെ. അപ്പൊ 2-ാമത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ? ആയിക്കോട്ടെ. ചോദ്യം ഇതാണ്. ആദം നബിയുടെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? എങ്ങനെ? ചോദ്യം ക്ലിയർ ആയിട്ടില്ല അല്ലേ? ആദം നബിയുടെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻ 15, 25, 16. ആദം നബിയുടെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 15, 25, 16. 16. ഒന്നുകൂടി പറയോ? ഓപ്ഷൻ ഒന്നുകൂടി. ഓപ്ഷൻസ് 15, 25, 16. 25. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? സംശയം ഉണ്ടായിരുന്നു? കറക്കി കുത്തിട്ട് പറഞ്ഞതാണ്. ഉത്തരം ഏതായാലും ശരിയാണ്. സന്തോഷായില്ലേ? അപ്പൊ ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ശോഭിക വെഡിങ്സ് റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ്? നബീറ. നബീറ നല്ല പേര് പറഞ്ഞേ. എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ? ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്. മക്കളൊക്കെ പഠിക്കുകയാണോ? മോന് ഡിഗ്രി സെക്കൻഡ് ഇയർ. മോള് ഏത് ക്ലാസ്സിലാ? 10ാം ക്ലാസ്സിലാണ്. അപ്പൊ ഈ വർഷം SSLC ചെയ്ത ആളാണ്. ഇന്ന് എക്സാം ഇല്ലേ? ഇല്ലില്ല, ഇനി നാളെ ഉള്ളൂ അല്ലേ?
ആ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാം ഒക്കെ? കഴിഞ്ഞ ഒന്നും കുഴപ്പമില്ല. കഴിഞ്ഞ ഒന്നും കുഴപ്പമില്ല. exam ആണ് കഴിഞ്ഞു. ആ, അപ്പൊ ഇനിയുള്ളതും കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് പോട്ടെ. ആ അങ്ങനത്തെ ആവട്ടെ. ആദ്യമായിട്ടാണോ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്? ഈ വർഷം ആദ്യമായിട്ടാണ്. ഈ വർഷം ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷമൊക്കെ വിളിച്ചിരുന്നോ? ആ പ്രൈസ് കിട്ടിയിരുന്നോ കഴിഞ്ഞ വർഷം? ആ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാ വർഷവും വിളിക്കുന്നുണ്ട്. എല്ലാ വർഷവും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വർഷം ഇത്താക്ക് പ്രൈസ് ഒക്കെ കിട്ടട്ടെ. ആ അപ്പൊ ഞാൻ 3 ചോദ്യം ചോദിക്കും. അതിൽ 2 ചോദ്യത്തിന് ഓപ്ഷൻ തരും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ആ ഇതിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട്. ഓക്കെ. ഓക്കെ അല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ ചോദിക്കാം. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ആ ചോദ്യം ഇതാണ്. ആ ചോദ്യം ഇതാണ്. ചാവുകടലിന് അറബികൾ നൽകിയ പേര്. ചോദ്യം ക്ലിയർ ആയോ? ആ ആ ചാവുകടലല്ലേ? ചാവുകടലിന് അറബികൾ നൽകിയ പേര്. ആ അപ്പൊ ഓപ്ഷൻസ് തരട്ടെ? ആ ലൂദി, ബുഹൈർ, ബുഹൈറ, ലൂദി, നൈൽ. ആ ഓപ്ഷനല്ലേ? ലൂദി, ബുഹൈർ. ആ രണ്ടാമത്തെ ഓപ്ഷൻ ബുഹൈറ, ലൂദി. ആ മൂന്നാമത്തെ ഓപ്ഷൻ നൈൽ. ബഹറിലൂട്ടല്ലേ? എനിക്ക് ഓപ്ഷൻ ക്ലിയർ ആയി കേൾക്കുന്നില്ല. എന്താണ് പറഞ്ഞത്? ബഹറിലൂട്ടല്ലേ? അതെ അതെ അതെ, ഉത്തരം ശരിയാണ്. ആ ഓക്കെ ഓക്കെ. ഈസി അല്ലായിരുന്നു അത്? ഓ ഈസി. എനിക്ക് ക്ലിയർ ആയില്ല ഓപ്ഷൻ, അതാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഈസി ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പ്രൈസ് കിട്ടൂട്ടോ. ആ ചോദ്യം ഇതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മസ്ഥലം എവിടെ? ആ ക്ലിയർ ആയില്ലേ ചോദ്യം? ആ ക്ലിയർ ആയി. ഓപ്ഷൻസ് ഇതാണ്. എത്യോപ്യയിലെ സറാഹ് ഗ്രാമം, എത്യോപ്യയിലെ സാഹ് ഗ്രാമം, എത്യോപ്യയിലെ ആറാഹ് ഗ്രാമം. എത്യോപ്യയിലെ ഒരു ഗ്രാമമാണ് ബിലാൽ റളിയല്ലാഹു ജനിച്ചത്. എന്താണ്? കേട്ടോ. ആറാറാണോ? തരാൻ പറ്റുമോ? ഓപ്ഷൻസ് ഞാൻ 3 തന്നില്ലേ? അത് ക്ലിയർ ആയോ? ചോദ്യം മനസ്സിലായിട്ടില്ലേ? ചോദ്യം മനസ്സിലായി. ഒന്നുകൂടി ഓപ്ഷൻ തരും. എത്യോപ്യയിലെ ഒരു ഗ്രാമത്തിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ആ ഗ്രാമങ്ങളുടെ പേരാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാണ് ശരി ഉത്തരം. സറാഹ്, സാഹ്, ആറാഹ്. സറാഹ്, സാഹ്, ആറാഹ്. സാഹാണോ? സാഹ് രണ്ടാമത് പറഞ്ഞതാണോ? സാഹ്. ഉത്തരം തെറ്റാണ്. സറാഹാണ് ശരി ഉത്തരം. അതെ. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. അതിന് ഓപ്ഷൻ ഇല്ല കേട്ടോ. ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും. റെഡി അല്ലേ? ചോദ്യം ഇതാണ്. ഹിജ്റയുടെ രാത്രി ഖുറൈശികൾ ഒരുമിച്ച് കൂടിയ സ്ഥലം. ഹിജ്റയുടെ രാത്രി ഖുറൈശികൾ ഒരുമിച്ച് കൂടിയ സ്ഥലം ഏതാണ്? അറിയില്ല. ഓർക്കുന്നില്ല അല്ലെ? പെട്ടെന്ന് ചോദിച്ചപ്പോ ഓർക്കണില്ല. അറിയുന്ന ഉത്തരായിരിക്കും ചിലപ്പോ, പക്ഷെ ഓർക്കായിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ. ക്ലൂ ഇല്ലത്താ. 2 ചോദ്യങ്ങൾക്ക് നമുക്ക് ഓപ്ഷൻ തരാൻ പറ്റുള്ളൂ. ഉത്തരം അറിയില്ലല്ലോ. ഞാൻ പറയട്ടെ എന്നാ. ദാറുൻ നദ്വ. അറിയാവുന്നതല്ലേന്നോ? പെട്ടെന്ന് ചോദിച്ചപ്പോ കൺഫ്യൂഷൻ ആയതാണല്ലേ? അപ്പൊ സാറില്ലത്ത, വീണ്ടും വിളിക്കണം. ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ. അസ്സലാമു അലൈക്കും.
വലൈക്കും സലാം.